രാപ്പകൽ അധ്വാനിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാതെ നിരാശയിലാണോ നിങ്ങൾ? ലക്ഷ്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഠിനമായി കഷ്ടപ്പെടണം എന്ന് വിശ്വസിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒന്നും ചെയ്യാതെ വെറുതെ ഒരിടത്ത് ശാന്തമായി ഇരുന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും സന്തോഷവും വിജയവും ആകർഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, കേൾക്കുമ്പോൾ അതിശയം തോന്നാം. പക്ഷേ പ്രപഞ്ചത്തിന്റെ നിയമം അതാണ്. വെറുതെ ഇരുന്നുകൊണ്ട് എങ്ങനെ ആഗ്രഹിച്ചത് നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള 5 രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുകയാണ്. നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിന്റെ അതിശക്തമായ കഴിവുകളെ തിരിച്ചറിയാനും ലോ ഓഫ് അട്രാക്ഷൻ വഴി ജീവിതം മാറ്റിമറിക്കാനും സഹായിക്കുന്ന അറിവുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ തന്നെ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ശരി, ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ആ 5 സുപ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. 1. മനസ്സിന്റെ ശാന്തത. ദി പവർ ഓഫ് മെന്റൽ സ്റ്റിൽനെസ്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഓട്ടി നടന്ന് പണിയെടുക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിടത്ത് ശാന്തമായി ഇരിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ മനസ്സ് ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. അതിലെപ്പോഴും ഒട്ടനവധി ചിന്തകൾ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കും. ടെൻഷനും ആധിയും പേടിയും നിറഞ്ഞ ഒരു മനസ്സിലൂടെ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് പ്രപഞ്ചത്തിലേക്ക് കൃത്യമായി എത്തില്ല. ഒരു കലങ്ങിയ വെള്ളത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം കാണാൻ കഴിയില്ലല്ലോ. അതുപോലെയാണ് മനസ്സ്. മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകി വരാൻ തടസ്സമുണ്ടാകും. അതുകൊണ്ട് ദിവസവും കുറച്ചു സമയം ഫോണും മറ്റു ബഹളങ്ങളും മാറ്റിവെച്ച് ഒരിടത്ത് ശാന്തമായിരിക്കുക. നിങ്ങളുടെ ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിക്കുക. ചിന്തകൾ വരുമ്പോൾ അവയെ തടയാൻ നിൽക്കണ്ട. പകരം ഒരു സാക്ഷിയെപ്പോലെ നോക്കി നിൽക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായി ഒത്തുചേരുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അത് അതിവേഗം യാഥാർത്ഥ്യമാകും. മനസ്സ് ശാന്തമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും പ്രപഞ്ചത്തിന്റെ സമൃദ്ധി സ്വീകരിക്കാനും തയ്യാറാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇപ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് കമന്റും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ ആകർഷിക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. അതുപോലെ സാമ്പത്തികമായ വലിയൊരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മണി എന്നും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചം കേൾക്കട്ടെ. 2. വിഷ്വലൈസേഷൻ. ദ മാജിക് ഓഫ് വിഷ്വലൈസേഷൻ. രണ്ടാമത്തെ കാര്യം വിഷ്വലൈസേഷൻ അഥവാ മാനസികമായ ദൃശ്യവൽക്കരണമാണ്. വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ കണ്ണടച്ച് ഉറങ്ങുക എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ ജീവനുള്ള ദൃശ്യങ്ങളായി മാറ്റുക എന്നാണ്. ലോകപ്രശസ്തരായ പലരും അവരുടെ വിജയത്തിന് പിന്നിലെ പ്രധാന രഹസ്യമായി പറയുന്നത് ഈ വിഷ്വലൈസേഷനെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ വിഷ്വലൈസേഷൻ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വീട്, അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന വലിയൊരു തുക, ഇതിപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. വെറും ഒരു ചിന്തയല്ല ഇത്, മറിച്ച് ആ അനുഭവം നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിക്കുക എന്നതാണ്. ആ വീടിന്റെ ഉമ്മറത്ത് നിങ്ങൾ നിൽക്കുന്നത് സങ്കല്പിക്കുക. അവിടുത്തെ തണുത്ത കാറ്റ് നിങ്ങളുടെ മുഖത്ത് തട്ടുന്നത് അനുഭവിക്കുക. അവിടെയുള്ള പൂക്കളുടെ മണം ആസ്വദിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ അതിയായ സന്തോഷം, അതാണ് പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും വലിയ സിഗ്നൽ. ഓർക്കുക, നിങ്ങളുടെ ഉപബോധ മനസ്സിന്, സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളും ഭാവനയിൽ കാണുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങൾ ആവർത്തിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. മനസ്സ് വിശ്വസിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനോടകം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേർന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ എം റെഡി ടു റിസീവ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന്റെ ഈ ദൃഢനിശ്ചയം പ്രപഞ്ചത്തിലേക്കുള്ള വലിയൊരു സന്ദേശമാണ്. പണം ആഗ്രഹിക്കുന്നവർ മണി ഫ്ലോസ് ടു മീ എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ലോകം. 3. വൈബ്രേഷണൽ അലൈൻമെന്റ്. വൈബ്രേഷണൽ അലൈൻമെന്റ് മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് വൈബ്രേഷണൽ അലൈൻമെന്റ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഓരോ ചിന്തയും ഓരോ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ ആ കൃത്യമായ സ്റ്റേഷൻ ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. നിങ്ങൾ വലിയൊരു സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എന്റെ കയ്യിൽ പണമില്ലല്ലോ, എനിക്ക് ദാരിദ്ര്യമാണല്ലോ എന്ന ചിന്തയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ വളരെ താഴ്ന്ന നിലയിലായിരിക്കും. നിങ്ങൾ അയക്കുന്ന ഈ നെഗറ്റീവ് വൈബ്രേഷൻ ഒരിക്കലും സമ്പത്തിന്റെ പോസിറ്റീവ് വൈബ്രേഷനുമായി ഒത്തുപോകില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ ആഗ്രഹിച്ച കാര്യത്തിന്റെ അതേ തലത്തിലേക്ക് ഉയർത്തുക. അതായത്
നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിജയം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും തോന്നുക? ആ ആവേശം, ആ ആത്മവിശ്വാസം, ആ സമാധാനം ഇതിപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിജയിയുടെ ഭാവം ഉണ്ടായിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ അതേ തരംഗ ദൈർഘ്യത്തിലേക്ക് ഫ്രീക്വൻസി നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുമ്പോൾ കാന്തം ഇരുമ്പിനെ എന്ന പോലെ ആ കാര്യം നിങ്ങളിലേക്ക് വലിഞ്ഞെടുക്കും. പ്രപഞ്ചം നിങ്ങളോട് പ്രതികരിക്കുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെയല്ല, മറിച്ച് നിങ്ങളുടെ വൈബ്രേഷനിലൂടെയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ മാറ്റം സംഭവിക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പ്രപഞ്ചത്തോട് അത് ഉറക്കെ പറയുക. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ എം ഇൻ അലൈൻമെന്റ് വിത്ത് യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. പണം ആഗ്രഹിക്കുന്നവർ മണി മാഗ്നറ്റ് എന്നുകൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ചെറിയ പോസിറ്റീവ് സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരട്ടെ. 4. കൃതജ്ഞത, ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നാലാമത്തെ രഹസ്യം കൃതജ്ഞത അഥവാ നന്ദി പറയുക എന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായ ആയുധമാണിത്. നമ്മളിൽ പലരും എപ്പോഴും പരാതി പറയുന്നവരാണ്. എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് നല്ലൊരു വീടില്ല, എനിക്ക് ഭാഗ്യമില്ല എന്നിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമം എന്താണെന്നറിയാമോ? നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പരാതിപ്പെട്ടാൽ കൂടുതൽ പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്കെത്തും. അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിറയേണ്ടത് ആഴത്തിലുള്ള കൃതജ്ഞതയാണ്. ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്ന വായുവിന്, കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണത്തിന്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, ഇതിനെല്ലാം പ്രപഞ്ചത്തോട് നന്ദി പറയുക. എനിക്കിത് തന്നതിന് നന്ദി എന്ന് നിങ്ങൾ ഹൃദയം തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ ഒരു അർഹതയുള്ള വ്യക്തിയായി കാണുന്നു. ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇയാൾ ഇത്ര സന്തോഷവാനാണെങ്കിൽ ഇയാൾക്ക് വലിയ കാര്യങ്ങൾ നൽകിയാൽ എത്രമാത്രം സന്തോഷിക്കും എന്ന് പ്രപഞ്ചം തീരുമാനിക്കുന്നു. വെറുതെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്ദി പ്രവാഹം സൃഷ്ടിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ കാര്യം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് കരുതി മുൻകൂട്ടി നന്ദി പറയുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദിയുള്ളവരാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം നന്ദി പ്രകടിപ്പിക്കുന്നുവോ അത്രത്തോളം ഭാഗ്യം നിങ്ങളെ തേടി വരും. സാമ്പത്തികമായ ഉയർച്ച ആഗ്രഹിക്കുന്നവർ താങ്ക് യു ഫോർ ദി അൺലിമിറ്റഡ് മണി എന്നും കൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. 5. വിട്ടുകൊടുക്കുക, ലെറ്റിംഗ് ഗോ ആൻഡ് സറണ്ടർ. അഞ്ചാമത്തെയും അവസാനത്തെയും ഘട്ടം ലോ ഓഫ് അട്രാക്ഷനിൽ പലരും പരാജയപ്പെടുന്ന ഒരിടമാണ്. ഇത് വിട്ടുകൊടുക്കുക അഥവാ സറണ്ടർ ചെയ്യുക എന്നതാണ്. നമ്മൾ ഒരു ആഗ്രഹം പ്രപഞ്ചത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതേപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, ഇതുവരെ വന്നില്ലല്ലോ എന്നിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കരുത്. ഈ സംശയം നിങ്ങളുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ്. ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്തു എന്ന് കരുതുക. ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സമാധാനമായി ഇരിക്കില്ലേ? അത് വീട്ടിലെത്തും എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓരോ മിനിറ്റിലും കസ്റ്റമർ കെയറിൽ വിളിച്ച് അത് എവിടെ എത്തിയെന്ന് നിങ്ങൾ ചോദിക്കാറില്ല. അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, വൈബ്രേഷൻ സെറ്റ് ചെയ്തു, ഇനി അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ ആഗ്രഹത്തെക്കുറിച്ചുള്ള ടെൻഷൻ ഇല്ലാതെ സമാധാനമായി ഇരിക്കുക എന്നാണ് അർത്ഥം. ഇതെനിക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എത്രത്തോളം ആഗ്രഹം മുറുക്കി പിടിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകും. എന്നാൽ നിങ്ങൾ അത് സന്തോഷത്തോടെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ വഴികളിലൂടെ ആ ആഗ്രഹം നിങ്ങളുടെ മുന്നിലെത്തും. പ്രപഞ്ചത്തിന്റെ ടൈമിംഗിൽ വിശ്വസിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ നിങ്ങൾ പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. പണം ആഗ്രഹിക്കുന്നവർ അബൻഡൻസ് ഈസ് മൈൻ എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ, മനസ്സിന്റെ ശാന്തത, വിഷ്വലൈസേഷൻ, വൈബ്രേഷൻ, കൃതജ്ഞത, പിന്നെ എല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കൽ, ഇതൊന്നും വെറും വാക്കുകളല്ല. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശേഷിയുള്ള അതിശക്തമായ പ്രപഞ്ച നിയമങ്ങളാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ മാറ്റങ്ങളാണ് പുറം ലോകത്ത് അത്ഭുതങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രചോദനം നൽകിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ്. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ രഹസ്യങ്ങളും മോട്ടിവേഷൻ വീഡിയോകളും ചാണക്യതന്ത്രങ്ങളും ഇനിയും കാണാനായി നമ്മുടെ മാസ്റ്റർ മൈൻഡ് മലയാളം എന്ന ഈ കൊച്ചു കുടുംബത്തിൽ നിങ്ങൾക്കും അംഗമാകാം. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്തു വെക്കുക. എങ്കിൽ മാത്രമേ അടുത്ത പവർഫുൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ
ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയേക്കാം. നിങ്ങളുടെ വിജയത്തിനായി പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.